സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ സീരീസ് 5 ആണ് എടുക്കുന്നത്. ആദ്യമായിട്ട് ആരെങ്കിലും ഈ ഒരു ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് പറയാണ്, നമ്മൾ ഓൾറെഡി ഗ്രേഡ് 1ന്റെ റിവിഷൻ സീരീസിന്റെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ മൊഡ്യൂൾ വൈസ് തന്നെയാണ്. സിലബസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ നമ്മൾ ഓൾറെഡി സിലബസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം അതിൽ മൊഡ്യൂളിൽ 1 and 2 എന്ന് പറയുന്നത് സർവേ സബ്ജക്റ്റിന് തന്നെ അതിനെ ഡീറ്റെയിൽ ചെയ്തിട്ട് എഴുതിയതാണ് അല്ലേ. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1 and 2 ആണ് ഇപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സർവേൻ്റെ ബേസിക്സ് പറഞ്ഞു, ചെയിൻ സർവേ പറഞ്ഞു, പ്ലെയിൻ ടേബിൾ, അതുപോലെ തന്നെ കോമ്പസ് സർവേ, ലെവലിംഗ് അല്ലേ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മൊഡ്യൂൾ 2ൻ്റെ കേർവ് എന്നുള്ള പോർഷൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്ന പോർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോണ്ടൂറിങ് അല്ലേ, കോണ്ടൂറിങ്ങും അതുപോലെ തന്നെ കോണ്ടൂറിങ് നമ്മളെ സിലബസിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കോണ്ടൂറിങ് മൊഡ്യൂൾ 1 അല്ലേ, മൊഡ്യൂൾ 1 ടോപ്പിക്കാണ് കോണ്ടൂർ എന്നുള്ളതും. പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് മൊഡ്യൂൾ 2 തിയോഡലൈറ്റ് എന്നുള്ള പോർഷനും. തിയോഡലൈറ്റ് അല്ലേ, ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മളെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. സിലബസിൽ നമ്മളെടുത്തിപ്പം സർവേയിങ് മൊഡ്യൂൾ 1 ആണിത്. മൊഡ്യൂൾ 1 10 മാർക്കിന് ചോദിക്കുന്ന പോർഷൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സർവേയിങ് ബേസിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ കോണ്ടൂറിങ് ആണ് നമ്മൾ എടുക്കുന്നത്. കോണ്ടൂറിങ്ങിൽ എന്തൊക്കെയാണെന്നുള്ളത് അവരെടുത്ത് പറഞ്ഞിട്ടില്ല. ബാക്കി ഉള്ള ഓരോ ചെയിൻ ആണെങ്കിലും അതിൽ ഇന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോണ്ടൂറിങ്ങിൻ്റെ കുറേ ബേസിക്സും കാര്യങ്ങളും നോക്കാം. പിന്നെ നമുക്ക് മൊഡ്യൂൾ 2 നോക്കുകയാണെങ്കിൽ ഇതിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിൽ നമ്മൾ ഇന്നത്തെ എടുക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂളിൽ തന്നെ മൊഡ്യൂൾ 2 ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള തിയോഡലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ അല്ലേ. തിയോഡലൈറ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഡിഫൈൻ ദ ടേംസ് യൂസ്ഡ് ഇൻ തിയോഡലൈറ്റ് സർവേ, ലിസ്റ്റ് ദ uses of the theodolite, explain the temporary adjustments of theodolite, list the type of traverse, list the different methods of traversing using theodolite, അതുപോലെ തന്നെ ദ ടൈപ്പ് ഓഫ് കോർഡിനേറ്റ്സ്, കോൺസിക്യൂട്ടീവ് ഏതൊക്കെ കോർഡിനേറ്റ്സ് ആണെന്നുള്ളത് അല്ലേ. കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റും ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സിനെയും ആ ഒരു ടൈപ്പ് നോക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നോക്കാനുള്ളത് ഏതാണ്? ഗെയിൽസ് ട്രാവേഴ്സ് ടേബിളും ദ മെത്തേഡ് ഓഫ് ബാലൻസിങ് ദ ട്രാവേഴ്സ് അല്ലേ. ബാലൻസിങ് ദ ട്രാവേഴ്സിൽ ബൗഡിൽസ് റൂളും ട്രാൻസിറ്റ് റൂളും ആണ് നമുക്ക് നോക്കാനുള്ളത്. എത്രയാണല്ലേ മൊഡ്യൂൾ 2 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ കോണ്ടൂറിങ് ആണ് നമ്മൾ എടുക്കുന്നത്. കോണ്ടൂറിങ് അല്ലേ, കോണ്ടൂർ എന്നുള്ളത് നോക്കാം. കോണ്ടൂർ ലൈൻ അല്ലേ. ഫസ്റ്റ് നമുക്ക് കോണ്ടൂർ എന്ന് പറയുന്ന സമയത്ത് കോണ്ടൂർ ലൈൻ എന്താണെന്ന് അറിയണം അല്ലേ. കോണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലൈൻ ജോയിനിങ് പോയിന്റ്സ് ഓഫ് ദ ഈക്വൽ എലിവേഷൻ അല്ലേ. ഈക്വൽ എലിവേഷനുള്ള പോയിന്റിലെ ലൈൻസ് നമ്മൾ ജോയിൻ ചെയ്യുന്നതാണ് കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം ഇതാണ് നമ്മൾ മാർക്ക് ചെയ്യുന്ന ഈക്വൽ എലിവേഷൻ ഉള്ള പോയിന്റ്സ് എങ്കിൽ അതിനെ നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നത് അല്ലേ. അപ്പം ആ ഒരു ലൈനെയാണ് നമ്മൾ കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കോണ്ടൂർ വരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഒരുപാട് കോണ്ടൂർസ് ഇങ്ങനെ കണക്ട് ചെയ്ത് വരച്ചു എന്ന് വിചാരിക്കുക. അപ്പം ഇതിൻ്റെ വാല്യൂസ്, നമ്മളിപ്പോൾ കോണ്ടൂറിൻ്റെ വാല്യൂസ് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് കൂടി വരികയാണെങ്കിൽ, ഉള്ളിലോട്ട് വരുന്ന സമയത്ത് വാല്യൂസ് കൂടിയാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിന് എന്താണ് പറയുക? കോണ്ടൂറിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മുകളിലേക്ക് വരുന്ന സമയത്ത് വാല്യൂ കൂടി വരികയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് ഹില്ലെന്നാണ് അല്ലേ. ഹില്ലെന്നാണ് നമ്മളതിനെ പറയുക. മറിച്ച് ഇതേ സെയിം കോണ്ടൂർ തന്നെ ഇതിലെ വാല്യൂസ് താഴോട്ട് വരുമ്പോഴാണ് കൂടുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് വാലി അല്ലേ. അതിനെ പറയുന്നതാണ് വാലി എന്നുള്ളത് നോക്കുക. വാലി ഓർ സാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ പറ്റും അല്ലേ. നമുക്ക് എന്താണ് കോണ്ടൂറിങ്ങിൽ നോക്കാനുള്ളത് ഒന്നുകൂടെ ഞാൻ എടുത്തെഴുതാം. കോണ്ടൂർ അല്ലേ, കോണ്ടൂർ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? കോണ്ടൂർ ലൈൻ അല്ലേ. കോണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലൈൻ joining points of
ഈക്വൽ എലിവേഷൻ അല്ലേ, ഈക്വൽ എലിവേഷൻ, ഇതിനെയാണ് നമ്മൾ കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്കിവിടെ നോക്കാനുള്ള വേറൊരു കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ, ഏതാണ് ഹില്ല് വരിക അതുപോലെ തന്നെ ഏതാണ് വാലി വരിക എന്നുള്ളത്. അതിൽ ഫസ്റ്റ് എലിവേഷൻ വാല്യൂ, when elevation value increases inward it represent a hill അല്ലേ. അതുപോലെ തന്നെ elevation value decreases inward represent valley അല്ലേ. അപ്പം അത് നോക്കുക. ഇനി നമുക്ക് ഇവിടെ തന്നെ നോക്കാനുള്ള ഒരു വേറെ കാര്യമാണ്, നമ്മളിപ്പോൾ ഈ ഒരു ലൈനിൽ ഈ ഒരു ലൈനിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ലൈനിന് ഫോം ചെയ്യുന്നത് എപ്പോഴും ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ അത് ഒരിക്കലും ഇന്റർസെക്റ്റ് ചെയ്യില്ല അല്ലെ, ഇതുപോലെ ഇങ്ങനെ വരയ്ക്കുന്നതാണല്ലേ കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരിക്കലും ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആയിരിക്കും. എക്സെപ്റ്റ് രണ്ട് കേസസ്, അതായത് രണ്ട് കേസസ് ഒഴികെ ബാക്കി എല്ലാത്തിലും ഈ ഒരു കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത് ഓൾവേസ് ഫോംഡ് എ ക്ലോസ്ഡ് ലൂപ്പ് ആൻഡ് നെവർ ഇന്റർസെക്റ്റ് ഈച്ച് അതർ എന്ന് പറയാൻ പറ്റും. അപ്പം ആ ഒരു എക്സെപ്ഷണൽ കേസ് ഏതൊക്കെയാണ് നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടാണല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു പറയുന്ന സമയത്ത് ഏതൊക്കെയാണ് മൈൻഡിലേക്ക് വരുന്നത് എന്ന് നോക്കാം. ഏതൊക്കെയാണ് വരുന്നത് എക്സെപ്ഷണൽ കേസസ് എന്ന് പറഞ്ഞാൽ വേർട്ടിക്കൽ ക്ലിഫും ഓവർഹാങ്ങിങ് ക്ലിഫും ആണ് അല്ലേ. വേർട്ടിക്കൽ ക്ലിഫും ഓവർഹാങ്ങിങ്ങും ക്ലിഫും, വേർട്ടിക്കൽ ക്ലിഫിന്റെ കേസിലാണെങ്കിലും ഓവർഹാങ്ങിങ്ങിന്റെ കേസിലാണെങ്കിലും ഈ ഒരു കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത് ചില മാറ്റങ്ങളുണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ മൈൻഡിലേക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഓക്കെ അത് നോട്ട് ചെയ്യാം. വേർട്ടിക്കൽ ക്ലിഫും ഓവർഹാങ്ങിങ്ങും ക്ലിഫും അല്ലേ. വേർട്ടിക്കൽ ക്ലിഫ്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പം ഒരു ഹില്ല് എടുക്കുകയാണെങ്കിൽ അത് ഇതേ രീതിയിലാണുള്ളതെങ്കിൽ നമ്മളിതിൻ്റെ കോണ്ടൂർ ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ ഇതേ രീതിയിലാണല്ലേ ഉണ്ടാവുക. ഇതേ രീതിയിൽ ഇങ്ങനെയായിരിക്കില്ല ഉണ്ടാവുക നമ്മൾ വരയ്ക്കുന്നത്. ഈ ഓരോന്നിനെ റെപ്രസെന്റ് ചെയ്ത് നമ്മളിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഇതായിരിക്കും നമുക്ക് കോണ്ടൂർ ലൈൻസ് കിട്ടുന്നുണ്ടാവുക. അപ്പം കോണ്ടൂർ ലൈൻസിന് വെർട്ടിക്കൽ ക്ലിഫിന്റെ കേസിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു പോയിന്റിൽ ഇത് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ യൂണൈറ്റ് മെർജ് എന്നൊക്കെ ഇതിനെ നമുക്ക് പറയാൻ പറ്റും. അതാണ് വേർട്ടിക്കൽ ക്ലിഫിന്റെ കേസിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് നോട്ടാക്കിയിട്ട് എഴുതാം. വേർട്ടിക്കൽ ക്ലിഫ് അല്ലേ, വേർട്ടിക്കൽ ക്ലിഫാണ്. വേർട്ടിക്കൽ ക്ലിഫിൻ്റെത് പറയുമ്പോൾ എങ്ങനെയാണ് വരിക, കോയിൻസൈഡ്സ് അല്ലേ, കോയിൻസൈഡ്, യുണൈറ്റ്സ് ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് വേർട്ടിക്കൽ ക്ലിഫാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. വേർട്ടിക്കൽ ക്ലിഫിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയിൻസൈഡ്, അതുപോലെ തന്നെ യുണൈറ്റ്സ്, മെർജ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് വെർട്ടിക്കൽ ക്ലിഫാണ്. ഇനി നമുക്ക് എന്താണ് ഓവർഹാങ്ങിങ് ക്ലിഫ് എന്ന് നോക്കണം അല്ലേ. ഓവർഹാങ്ങിങ് ക്ലിഫ്, വെർട്ടിക്കൽ ക്ലിഫിന്റെ കേസിൽ നമ്മൾ ഇതേ രീതിയിലാണ് പറഞ്ഞത്. ഓവർഹാങ്ങിങ് ക്ലിഫിന്റെ കേസിൽ എങ്ങനെയാണ് വരിക, ഓവർഹാങ്ങിങ്ങിന്റെ കേസ് ആണെങ്കിൽ പിക്ചർ എങ്ങനെയാണ് വരിക, ഓവർഹാങ്ങിങ്ങിന്റെ കേസിൽ പിക്ചർ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മളൊരു ഹില്ല് എടുക്കുന്ന സമയത്ത് ഇതുപോലെയാണ് വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഓവർഹാങ്ങിങ് കേസ് എന്ന് പറയുക. അപ്പോൾ നമ്മളിതിന് കോണ്ടൂർ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഓരോ പോയിന്റ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കും അല്ലേ. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് ഒരു കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത് ഇത് ക്രോസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ
വേർട്ടിക്കൽ ക്ലിഫിന്റെ കേസിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വേർട്ടിക്കൽ ക്ലിഫിന്റെ കേസിൽ നമ്മൾ കോയിൻസൈഡ് ചെയ്യും, യുണൈറ്റ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓവർഹാങ്ങിങ് ക്ലിഫിന്റെ കേസിലാണെങ്കിൽ ക്രോസിങ് ഈച്ച് അതർ എന്നുള്ള ടേം കണ്ടിട്ടുണ്ടെങ്കിൽ ഓവർഹാങ്ങിങ് ക്ലിഫ് ആണെന്നുള്ളത് നോക്കുക. ക്രോസിങ് ഈച്ച് അതർ. അപ്പോൾ അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം, വെർട്ടിക്കൽ ക്ലിഫും ഓവർഹാങ്ങിങ് ക്ലിഫും എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോണ്ടൂർ ലൈൻസിനെ നമ്മൾ മൈൽഡ് സ്ലോപ്പ്, സ്റ്റീപ്പ് സ്ലോപ്പ്, യൂണിഫോം സ്ലോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമല്ലോ. അപ്പം അത് എന്ത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഏത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ പറയുക? ഇപ്പോൾ ഒരു സ്ലോപ്പിനെ അതൊരു മൈൽഡ് സ്ലോപ്പാണ്, അല്ലെങ്കിൽ സ്റ്റീപ്പ് സ്ലോപ്പാണ്, യൂണിഫോം സ്ലോപ്പാണെന്നൊക്കെ നിങ്ങൾ എന്ത് വെച്ചിട്ടാണ് പറയുക? നമ്മൾ വരയ്ക്കുന്ന ആ ഒരു കോണ്ടൂർ ലൈൻസിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. എന്താണ് നോക്കേണ്ടത്? ഇപ്പൊ മൈൽഡ് സ്ലോപ്പിന്റെ കേസിലാണെങ്കിൽ കോണ്ടൂർ ലൈൻസ് എങ്ങനെയാണ് സ്പേസ് ചെയ്തിട്ടുണ്ടാവുക? എത്ര സ്പേസിലായിരിക്കും അത് ഈ ഒരു കോണ്ടൂർ ലൈൻസ് വരച്ചിട്ടുണ്ടാവുക? വൈഡ്ലി സ്പേസ്ഡ് ആയിരിക്കും അല്ലേ. വൈഡ്ലി സ്പേസിലായിരിക്കും നമ്മൾ ഈ ഒരു മൈൽഡ് സ്ലോപ്പിന്റെ കോണ്ടൂർസ് വരച്ചിട്ടുണ്ടാവുക. എന്താണ്? വൈഡ്ലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻ ആണ്. മറിച്ച് നമ്മളിപ്പോൾ പറയുന്നത് സ്റ്റീപ്പ് സ്ലോപ്പ് ആണെങ്കിലോ നമ്മൾ ഇതാണല്ലോ ഒരു സ്റ്റീപ്പ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്റ്റീപ്പ് സ്ലോപ്പിന് നമ്മളിപ്പോൾ വരയ്ക്കുന്ന കോണ്ടൂർ ലൈൻസ് ഇതാണെങ്കിൽ അതിൻ്റെ കോണ്ടൂർ ലൈൻസ് നമ്മൾ അടുപ്പിച്ചാണല്ലേ വരയ്ക്കുക. അപ്പം അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ പറയുക? അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പറയുക ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർസ് എന്നാണ് കേട്ടോ. ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർസ് ആണ്, കോണ്ടൂർ ലൈൻസ് ആണ് നമ്മൾ സ്റ്റീപ്പ് സ്ലോപ്പിന്റെ കേസിൽ കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് വൺ നമുക്ക് ഏതാണ് നോക്കാനുള്ളത്? യൂണിഫോം സ്ലോപ്പ് അല്ലേ. യൂണിഫോം സ്ലോപ്പ് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് കൊടുക്കുക? യൂണിഫോം സ്ലോപ്പ് വരുന്ന സമയത്ത് ഈക്വലി സ്പേസ്ഡ് കോണ്ടൂർസ് അല്ലേ. ഈക്വലി സ്പേസ്ഡ് കോണ്ടൂർസ് ആണ് നമ്മൾ കൊടുക്കുക. നോക്കി വെക്കുക. അപ്പം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ നെക്സ്റ്റ് നമുക്ക് കോണ്ടൂറിൽ നോക്കാനുള്ളതാണ് കോണ്ടൂർ ഇൻ്റർവെൽ അല്ലേ. കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കോണ്ടൂറും വരയ്ക്കുന്ന ആ ഒരു ഇൻ്റർവെല്ലിൽ ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അതായത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ കോണ്ടൂർ ഇൻ്റർവെൽ എന്താണ് നമ്മൾ പറഞ്ഞത്? കോണ്ടൂർ ഇൻ്റർവെൽ അല്ലേ. കോണ്ടൂർ ഇൻ്റർവെൽ CI എന്നുള്ള ടേം ഡിനോട്ട് ചെയ്യാം. കോണ്ടൂർ ഇൻ്റർവെൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് between consecutive കോണ്ടൂർസ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു കോണ്ടൂർ ഇൻ്റർവെല്ലിൽ തന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് വാല്യൂസ് പഠിക്കാനുണ്ട്. നിങ്ങളത് അതേപോലെ തന്നെ പഠിച്ചു വെക്കുന്നതായിരിക്കും നന്നാവുക. എക്സാമിന് നമുക്ക് സാധാരണ ചോദിച്ച് കാണുന്ന ഒരു ഏരിയ തന്നെയാണിത്. സ്റ്റാൻഡേർഡ് വാല്യൂസ് അല്ലേ. സ്റ്റാൻഡേർഡ് വാല്യൂസ് ഞാൻ ആദ്യം പറയാം. ഫസ്റ്റ് നമ്മൾ ബിൽഡിംഗ് സൈറ്റ് അല്ലേ. ബിൽഡിംഗ് സൈറ്റിനൊക്കെ നമ്മൾ കൊടുക്കുന്ന സ്റ്റാൻഡേർഡ് വാല്യൂസ് എന്ന് പറയുന്നത് 0.2 to 0.5 ആണ്. പിന്നെ അതുപോലെ തന്നെ ടൗണ്, റിസർവോയർ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് 0.5 to 2 മീറ്റർ ആണ്. പിന്നെ നമ്മൾ റെയിൽവേ അല്ലേ. ഹൈവേയിലും റെയിൽവേസിലും ഒക്കെ നമ്മൾ കൊടുക്കുന്ന കോണ്ടൂർ ഇൻ്റർവെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് 2 മീറ്റർ ആണ് വരിക. പിന്നെ ലൊക്കേഷൻ സർവേ അല്ലേ. ലൊക്കേഷൻ സർവേന് നമ്മൾ കൊടുക്കുന്ന കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് 2 to 3 ആണ്.
പിന്നെ നമ്മൾ ലാസ്റ്റ് വൺ ജിയോളജിക്കൽ അല്ലേ, ജിയോളജിക്കൽ സർവേൻ്റെ കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് 6 to 15 മീറ്റർ ആണ്. അപ്പം അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. കോണ്ടൂർ ഇൻ്റർവെൽ സ്റ്റാൻഡേർഡ് അല്ലേ, കോണ്ടൂർ ഇൻ്റർവെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. കോണ്ടൂർ ഇൻ്റർവെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂസ് എത്രയാണ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബിൽഡിങ് അല്ലേ, ബിൽഡിംഗ് സൈറ്റ്സിന് നോർമലി നമ്മൾ കൊടുക്കുന്ന കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് 0.2 to 0.5 മീറ്റർ ആണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നത് ടൗൺ അല്ലേ, ടൗണിൻ്റെ കേസിൽ നമ്മൾ വരുന്ന സമയത്ത് 0.5 to 2 മീറ്റർ ആണ് വരിക. തേർഡ് വൺ ഏതാണ്? ഹൈവേ അല്ലേ, ഹൈവേ നമ്മൾ കൊടുക്കുന്നത് 2 മീറ്റർ ആണ്. പിന്നെ ഫോർത്ത് വൺ ലൊക്കേഷൻ സർവേ അല്ലേ, ലൊക്കേഷൻ സർവേ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻ്റർവെല്ല് 2 to 3 മീറ്റർ ആണ്. ലാസ്റ്റ് വൺ ഏതാണ്? ജിയോളജിക്കൽ അല്ലേ, ജിയോളജിക്കൽ സർവേ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് 6 to 15 മീറ്റർ ആണ്. ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കോണ്ടൂർ ഇൻ്റർവെൽ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ കുറച്ച് ബേസിക് വാല്യൂസ് പഠിച്ചു. പിന്നെ നമുക്ക് കോണ്ടൂർ ഇൻ്റർവെൽ കഴിഞ്ഞാൽ നെക്സ്റ്റ് നോക്കേണ്ട ഒരു കാര്യമാണ് ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് ആണ് നോക്കാനുള്ളത്. സെക്കൻഡ് വൺ ഹൊറിസോണ്ടൽ ഇക്വിവാലന്റ്. ഹൊറിസോണ്ടൽ ഇക്വലന്റിനെ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഇക്വലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ ഇക്വലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ് അല്ലേ. നമ്മൾ കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ് ആണ്. ഹൊറിസോണ്ടൽ ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ് ആണ്. എന്താണ് ഹൊറിസോണ്ടൽ ഇക്വലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹൊറിസോണ്ടൽ ഇക്വലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ് അല്ലേ, അതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഇക്വലന്റ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കേണ്ട രണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീപ്പ് സ്ലോപ്പ് ആണെങ്കിൽ ഹൊറിസോണ്ടൽ ഇൻ്റർവെല്ല് ലെസ് ആണ് ഉണ്ടാവുക. മറിച്ച് ഫ്ലാറ്റ് സ്ലോപ്പ് ആണെങ്കിൽ ഹൊറിസോണ്ടൽ ഇൻ്റർവെല്ല് വൈഡ് ആണ് അല്ലേ ഉണ്ടാവുക, ഹൊറിസോണ്ടൽ ഇൻ്റർവെല്ല് വൈഡ് ആണ് ഉണ്ടാവുക. അത് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് കോണ്ടൂറിൽ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തേഡ്സ് ഓഫ് കോണ്ടൂറിങ് ആണ്. എത്ര മെത്തേഡ്സ് ഓഫ് കോണ്ടൂറിങ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് നമുക്ക് വരുന്ന മെത്തേഡ്സിൽ 2 മെത്തേഡാണല്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണത്? മെത്തേഡ്സ് ഓഫ് കോണ്ടൂറിങ്ങിൽ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. മെത്തേഡ്സ് ഓഫ് കോണ്ടൂറിങ്ങിൽ 2 ടൈപ്പാണ് വരുന്നത്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡും ഒന്ന് ഇൻഡയറക്റ്റ് മെത്തേഡും. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പോയിന്റ് ആ ഒരു ടേമിലുള്ളത് തന്നെ അല്ലേ, ഒബ്സർവിങ് ദാറ്റ് പോയിന്റ് ഡയറക്റ്റ്ലി ആണ്. പക്ഷെ നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഡയറക്റ്റ് അല്ലാതെ ചെയ്യുന്നതാണ് ഈ ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഏതൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് കോണ്ടൂറിങ് ഉള്ളത്? ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് മെത്തേഡിനുള്ള എന്തൊക്കെയായിരിക്കും ബെനിഫിറ്റ്സ് ഉണ്ടാവുക? നമുക്കത് മോർ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മൾ ഡയറക്റ്റ് ഒബ്സർവ് ചെയ്തിട്ട് ചെയ്യുന്നൊരു സർവേ ആണ്. അതുപോലെ തന്നെ സ്മോൾ ഏരിയ ആയിരിക്കും അല്ലേ. നമ്മൾ ഡയറക്റ്റ് കോണ്ടൂറിങ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്മോൾ ഏരിയാസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ആക്യുറസി കൂടുതലുള്ളതാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലാർജ് സ്കെയിലായിരിക്കില്ലേ വരയ്ക്കുക. അപ്പം അത്രയും കാര്യങ്ങളാണ് ഇവിടെ നോക്കി വെക്കേണ്ടത്. മെത്തേഡ്സ് ഓഫ് കോണ്ടൂറിങ് അല്ലേ,
മെത്തേഡ്സ് ഓഫ് കോണ്ടൂറിങ്. എത്ര മെത്തേഡ്സ് ആണ് വരുന്നത്? 2 മെത്തേഡ്സ് ആണ് വരുന്നത്. 2 മെത്തേഡ്സിൽ ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, സെക്കൻഡ് വൺ ഏതാണ്? ഇൻഡയറക്റ്റ് മെത്തേഡ് അല്ലേ. ഡയറക്റ്റ് മെത്തേഡിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇത് ആക്യുറേറ്റ് ആണ് അല്ലേ, മോർ ആക്യുറേറ്റ് എന്ന് പറയാൻ പറ്റും. കാരണം ഇത് ചെയ്യുന്നത് സ്മോൾ ഏരിയ ആണ് അല്ലേ, സ്മോൾ ഏരിയ, ലാർജ് സ്കെയിലാണ് അല്ലേ, ലാർജ് സ്കെയിലാണ് നമ്മളത് വരയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇൻഡയറക്റ്റ് മെത്തേഡ് അല്ലേ. ഇൻഡയറക്റ്റ് മെത്തേഡിനെ തന്നെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എത്രയായിട്ടാണ്? 3 ആയിട്ട് നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇൻഡയറക്റ്റ് മെത്തേഡിനെ. ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഫസ്റ്റ് വരുന്നതാണ് ഗ്രിഡ് മെത്തേഡ് ഓർ കോർഡിനേറ്റ് മെത്തേഡ്. സെക്കൻഡ് വണ്ണാണ് ക്രോസ് സെക്ഷണൽ മെത്തേഡ്. തേർഡ് വണ്ണാണ് റേഡിയൽ ലൈൻ മെത്തേഡ്. ഏതൊക്കെയാണ് ഇൻഡയറക്റ്റ് മെത്തേഡിൽ വരുന്നത്? ഇൻഡയറക്റ്റ് മെത്തേഡിൽ വരുന്നത് ഫസ്റ്റ് വൺ ഗ്രിഡ് ഓർ സ്ക്വയർ മെത്തേഡ് അല്ലെങ്കിൽ കോർഡിനേറ്റ് മെത്തേഡ്. സെക്കൻഡ് വൺ എന്താണ്? ക്രോസ് സെക്ഷണൽ മെത്തേഡ്. തേർഡ് വൺ റേഡിയൽ ലൈൻ മെത്തേഡ്. റേഡിയൽ ലൈൻ ഓർ ടാക്യോമെട്രിക് മെത്തേഡ് നമ്മൾ അതിനെ പറയും. ഗ്രിഡ് സ്ക്വയർ മെത്തേഡ് അല്ലേ. ഈ ഒരു ഗ്രിഡ് അല്ലെങ്കിൽ സ്ക്വയർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഏരിയനെ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ നമ്മൾ കോണ്ടൂർസ് വരച്ചിട്ട് അതിനെ നമ്മൾ സ്ക്വയർ ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. സ്ക്വയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു സ്ക്വയർ മെത്തേഡ് അല്ലെങ്കിൽ ഗ്രിഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് വലിയ ഗ്രൗണ്ടുകളിലൊന്നും തന്നെ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പം അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ഇൻഡയറക്റ്റ് മെത്തേഡിൽ? ഫസ്റ്റ് വണ്ണാണ് ഗ്രിഡ് ഓർ സ്ക്വയർ മെത്തേഡ്. ഗ്രിഡ് ഓർ സ്ക്വയർ മെത്തേഡിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഏരിയാസ് ഡിവൈഡഡ് ഇൻറ്റു നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആണ് അല്ലേ. ഏരിയ ഡിവൈഡഡ് ഇൻറ്റു സ്ക്വയേഴ്സ് ആണ്. ഈ ഒരു സ്ക്വയറിൻ്റെ സൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. 5 to 20 മീറ്റർ ആണ് ഈ ഒരു സ്ക്വയറിൻ്റെ സൈസ് വരുന്നത്. പിന്നെ നമുക്ക് എന്താണ് നോക്കാനുള്ളത്? നെക്സ്റ്റ് വൺ ക്രോസ് സെക്ഷണൽ മെത്തേഡ് അല്ലേ. ക്രോസ് സെക്ഷണൽ മെത്തേഡ് ആണ് ഈ ഒരു ഇൻഡയറക്റ്റ് മെത്തേഡിൽ തന്നെ നെക്സ്റ്റ് വൺ ആണ് ക്രോസ് സെക്ഷണൽ മെത്തേഡ്. ക്രോസ് സെക്ഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതൊരു ലാർജ് ഏരിയയിലേക്ക് ചെയ്യുന്നൊരു മെത്തേഡാണ്. അതുപോലെ തന്നെ ലാർജ് കോണ്ടൂർ ഇൻ്റർവെല്ലാണ്. ലാർജ് കോണ്ടൂർ ഇൻ്റർവെല്ല് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആക്യുറസി കുറയും അല്ലേ. പിന്നെ നമ്മൾ വലിയ വലിയ കോണ്ടൂർസ് കൊടുത്ത് വരയ്ക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് ചെയ്ത് കഴിയും അല്ലേ. ചെറിയ കോണ്ടൂർസ് ആണെങ്കിൽ നമുക്കത് വരച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. വലിയ കോണ്ടൂർസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വർക്ക് കഴിയും. അപ്പം നമുക്ക് അതും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് പറയാൻ പറ്റും. ലെസ് ടൈം റിക്വയർഡ് ആണ്, അതുപോലെ തന്നെ ലെസ് കോസ്റ്റുമാണ് വരുന്നത്. അപ്പോൾ ക്രോസ് സെക്ഷണൽ മെത്തേഡിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ക്രോസ് സെക്ഷണൽ മെത്തേഡിൽ കോണ്ടൂർസ് പ്രിപ്പയർഡ് ഫോർ ലാർജ് ഏരിയ ആണ്. ലാർജ് ഏരിയ ആൻഡ് പിന്നെന്താണ്? ലാർജ് കോണ്ടൂർ ഇൻ്റർവെല്ലാണ് അല്ലേ. ലാർജ് കോണ്ടൂർ ഇൻ്റർവെല്ലാണ് ഇതിലുണ്ടാവുക. അതുപോലെ ഉണ്ടാകുന്നത് എന്താണ്? ലെസ് ആക്യുറസി അല്ലേ. ലാർജ് സ്കെയിൽ വരയ്ക്കുന്നത് കൊണ്ട് തന്നെ ആക്യുറസി ലെസ് ആയിരിക്കും. ആക്യുറസി ലെസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ലാർജ് കോണ്ടൂർ ഇൻ്റർവെൽ ആയതുകൊണ്ട് തന്നെ ലെസ് ടൈം ആൻഡ് കോസ്റ്റ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി തേർഡ് വൺ ഏതാണ്? തേർഡ് വണ്ണ് പറയുന്നത് റേഡിയൽ ലൈൻ മെത്തേഡോ ടാക്യോമെട്രിക് മെത്തേഡ് അല്ലേ. ഈ ഒരു റേഡിയൽ ലൈൻ മെത്തേഡ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ഹില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു റേഡിയൽ ലൈൻസ് ആ ഒരു ഹില്ലിൻ്റെ പീക്ക് പോയിന്റ് മുതൽ താഴേക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലേ, അപ്പം അതിനെയാണ് നമ്മൾ
റേഡിയൽ ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്, റേഡിയൽ ലൈൻ മെത്തേഡിൽ നമ്മൾ നോർമലി കോണ്ടൂർസ് വരയ്ക്കുന്ന പോലെ ഇങ്ങനെയാണ് എടുക്കുക. പക്ഷെ അതിന്റെ പീക്ക് പോയിന്റ് എന്നാണ് നമ്മൾ കോണ്ടൂർ ലൈൻസ് വരയ്ക്കുന്നത്. അപ്പം എന്താണ് റേഡിയൽ ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, തേർഡ് വൺ ആണ് റേഡിയൽ ലൈൻ മെത്തേഡ് അല്ലേ. റേഡിയൽ ലൈൻ മെത്തേഡ് എന്താണ്? സ്മോൾ ഹില്ലി ടെറൈനിലാണ് അല്ലേ, used in small hilly terrain ആണ്, or areas where radial line are drawn from peak to cover entire area അല്ലേ, entire area. അതിനാണ് നമ്മൾ റേഡിയൽ ഓഫ്സെറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ കോണ്ടൂറിങ്ങിലുള്ള മെത്തേഡ്സ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് നമുക്കൊരു കാര്യം നോക്കാനുള്ളത്, കോണ്ടൂറിങ്. നമ്മൾ ഈ ഒരു കോണ്ടൂർ വരയ്ക്കുന്നതിന് അല്ലേ, അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? നമ്മൾ ഈ ഒരു വരച്ചെടുക്കുന്നതിന് നമ്മൾ പറയുന്നതാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് കോണ്ടൂർസ് അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്റർപ്രിട്ടേഷൻ ഓഫ് കോണ്ടൂർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫൈൻഡ്, ലൊക്കേറ്റ് ഓർ ഡ്രോയിങ് കോണ്ടൂർ ലൈൻസ് അല്ലേ. അതിനെയാണ് നമ്മൾ ഇന്റർപ്രിട്ടേഷൻ ഓഫ് കോണ്ടൂർസ് എന്ന് പറയുന്നത്. ഇതിനും 3 മെത്തേഡ് വരുന്നുണ്ട്: എസ്റ്റിമേഷൻ മെത്തേഡ്, അരിത്തമാറ്റിക് മെത്തേഡ്, ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ജസ്റ്റ് അതൊന്ന് പേരറിഞ്ഞിരിക്കുക. നമ്മൾ ഇന്റർപ്രിട്ടേഷൻ ഓഫ് കോണ്ടൂർസ് അല്ലേ. അപ്പൊ എന്താണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് കോണ്ടൂർസ് എന്നുള്ളത് നോക്കാം. ഇന്റർപോളേഷൻ ഓഫ് കോണ്ടൂർസ് അല്ലേ. എന്താണ് ഇന്റർപോളേഷൻ ഓഫ് കോണ്ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ഓർ ലൊക്കേറ്റ് ഓർ ഡ്രോയിങ് സെന്റർ ലൈൻ ഈസ് ടേംഡ് ആസ് ഇന്റർപോളേഷൻ ഓഫ് കോണ്ടൂർ അല്ലേ. അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതിൻ്റെ മെത്തേഡ് നോക്കി വെക്കുക. എസ്റ്റിമേറ്റ് മെത്തേഡ്, അരിത്തമാറ്റിക് മെത്തേഡ്, പിന്നെ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ആ ഒരു 3 മെത്തേഡും ഓർത്ത് വെക്കുക. അതിൽ അരിത്തമാറ്റിക് മെത്തേഡാണല്ലേ കൂടുതൽ ആക്യുറേറ്റ്. അപ്പം ഇത്രയാണ് നമുക്ക് കോണ്ടൂറിങ്ങിൽ നോക്കാനുള്ളത്. അപ്പം നമ്മൾ കോണ്ടൂറിങ്ങിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് കോണ്ടൂർ ലൈൻ എന്താണെന്ന് പറഞ്ഞു. ലൈൻ ജോയിനിങ് പോയിന്റ്സ് ഓഫ് ഈക്വൽ എലിവേഷൻ അല്ലേ, അതിനാണ് നമ്മൾ കോണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹില്ല് വരുന്ന സമയത്ത് എങ്ങനെയാണ്, വാലി വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ കോണ്ടൂർ ലൈൻസ് അല്ലേ, കോണ്ടൂർ ലൈൻസ് ഒരു ക്ലോസ്ഡ് ലൂപ്പാണ്. അതുപോലെ തന്നെ നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. എക്സെപ്ഷണൽ കേസ് പറഞ്ഞു അല്ലെ, എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് വെർട്ടിക്കൽ ക്ലിഫ് ആൻഡ് ഓവർ ഹാങ്ങിങ് ക്ലിഫ് ആണ് വരുന്നത്. വെർട്ടിക്കൽ ക്ലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോയിൻസൈഡ്, യൂണൈറ്റ്സ്, മെർജ് എന്നുള്ള ടേം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ക്ലിഫാണ് ആൻസർ വരിക. അതിന് പകരം മറിച്ച് കാണുന്നത് ക്രോസിങ് ഈച്ച് അതർ എന്നൊക്കെ ആണെങ്കിൽ ഓവർ ഹാങ്ങിങ് ക്ലിഫാണ് ആൻസർ വരുന്നുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്ലോപ്പ് അല്ലേ, സ്ലോപ്പിൻ്റെത് പറഞ്ഞ സമയത്ത് മൈൽഡ് സ്ലോപ്പ്, മീഡിയം സ്ലോപ്പ് അല്ല സ്റ്റീപ്പ് സ്ലോപ്പ്, യൂണിഫോം സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൈൽഡ് സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൈഡ്ലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻ അല്ലേ. വൈഡ്ലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻ ആണെങ്കിൽ അതിന് നമ്മൾ മൈൽഡ് സ്ലോപ്പ് എന്നാണ് പറയുക. സ്റ്റീപ്പ് സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർസ് അല്ലേ, നമ്മൾ പിക്ചർ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ യൂണിഫോം സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലി സ്പേസ്ഡ് കോണ്ടൂർസ് ആണ്. അതങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് കോണ്ടൂറിൽ നോക്കിയിട്ടുണ്ടായിരുന്ന ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടൂർ ഇന്റർവെൽ ആണ്. കോണ്ടൂർ ഇന്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ് ആണ്. പിന്നെ നമ്മൾ കോണ്ടൂർ ഇന്റർവെലിൻ്റെത് എങ്ങനെയാണ് സ്കെയിൽ വരിക എന്നൊക്കെ പറഞ്ഞു അല്ലേ. അതിൽ
സ്റ്റാൻഡേർഡ് വാല്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതൊക്കെയായിരുന്നു? ടോൾ ബിൽഡിംഗ് അല്ലേ. ഫോർ ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിൽ എത്രയാണ് കോണ്ടൂർ ഇന്റർവെൽ വരിക? 0.2 to 0.5 ആണ്. പിന്നെ വരുന്ന സമയത്ത് റിസർവോയർ അല്ലേ, റിസർവോയർ അല്ലെങ്കിൽ ടൗൺ ഒക്കെ ആണെങ്കിൽ വരുന്ന കോണ്ടൂർ ഇന്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.52 ആണ് വരുന്നത്. പിന്നെ ഹൈവേസ് ആണെങ്കിലും കോണ്ടൂർ ഇന്റർവെൽ വരുന്നത് ഏതാണ്? 2 മീറ്റർ ആണ്. പിന്നെ ലൊക്കേഷൻ സർവേ ആണെങ്കിൽ കോണ്ടൂർ ഇന്റർവെൽ വരുന്നത് 2 to 3 മീറ്റർ ആണ്. ജിയോളജിക്കൽ സർവേ ആണ് ലാസ്റ്റ് വരുന്നത്. ജിയോളജിക്കൽ സർവേയിൽ കോണ്ടൂർ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ 6 to 15 മീറ്റർ ആണ് ഉണ്ടാവുക. എല്ലാവർക്കും അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ കോണ്ടൂർ ഇന്റർവെല്ലിന്റെ സബായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇനി കോണ്ടൂർ ഇന്റർവെൽ കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഇക്വലന്റ് അല്ലേ. ഹൊറിസോണ്ടൽ ഇക്വലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് കോണ്ടൂർസിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഇന്റർവെൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മെത്തേഡ്സ് ആണ് അല്ലേ. മെത്തേഡ്സ് ഓഫ് കോണ്ടൂറിങ് ആണ്. എത്ര മെത്തേഡ് ഉണ്ട്? ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡ് എന്നുള്ള രീതിയിൽ 2 മെത്തേഡ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളിപ്പോൾ പറഞ്ഞത് ഇൻഡയറക്റ്റ് മെത്തേഡിലുള്ള മെത്തേഡ്സ് ആണ് ഗ്രിഡ് സ്ക്വയർ ഓർ കോർഡിനേറ്റ് മെത്തേഡ്, ക്രോസ് സെക്ഷണൽ മെത്തേഡ്, റേഡിയൽ ലൈൻ മെത്തേഡ് ഓർ ടാക്യോമെട്രിക് മെത്തേഡ് അല്ലേ. അപ്പം ഇതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എക്സാം ഓറിയൻറ്റഡ് ആയതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, ഒന്നൊന്നും പറഞ്ഞ് നോക്കാനില്ല. എന്നാലും ഞാൻ പറയുമ്പോൾ ജസ്റ്റ് അങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഈ മെത്തേഡ് ഓഫ് കോണ്ടൂറിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഡയറക്റ്റ് മെത്തേഡ് പറഞ്ഞു, ഇൻഡയറക്റ്റ് മെത്തേഡ് പറഞ്ഞു. ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഗ്രിഡ് ഓർ സ്ക്വയർ മെത്തേഡ് പറഞ്ഞു, ക്രോസ് സെക്ഷണൽ മെത്തേഡ് പറഞ്ഞു, റേഡിയൽ ലൈൻ മെത്തേഡ് പറഞ്ഞു അല്ലേ. അപ്പം അതിൻ്റെ ഓരോന്നിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഏത് സ്കെയിലൊക്കെയാണ് വരയ്ക്കുക എന്നുള്ളതൊക്കെ നോക്കി വെക്കുക. പിന്നെ നമ്മൾ ഇന്റർപ്രിട്ടേഷൻ ഓഫ് കോണ്ടൂർസ് പറഞ്ഞു. ഇന്റർപോളേഷൻ ഓഫ് കോണ്ടൂർസിൻ്റെത് എങ്ങനെയാണ് നമ്മൾ ആ ഒരു കോണ്ടൂർസ് വരയ്ക്കുന്നത് അല്ലേ. ഫൈൻഡ് ലൊക്കേറ്റിംഗ് ഓർ ഡ്രോയിങ്സ് കോണ്ടൂർ ലൈൻസ് ഈസ് ടേംഡ് ആസ് കോണ്ടൂർ കർവ് ആണ്, അല്ലെങ്കിൽ കോണ്ടൂർ ഇന്റർവെൽ ആണ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഇന്റർപോളേഷൻ ഓഫ് കോണ്ടൂറിന്റെ മെത്തേഡ്സ് പറഞ്ഞു. എസ്റ്റിമേഷൻ മെത്തേഡ്, അരിത്തമാറ്റിക്കൽ മെത്തേഡ്, അതുപോലെ തന്നെ ലാസ്റ്റ് വൺ ഗ്രാഫിക്കൽ മെത്തേഡ് അല്ലേ. അപ്പം അത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ കോണ്ടൂറിൻ്റെത് അല്ലേ. കോണ്ടൂറിൻ്റെത് ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് റിവൈസും ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് നോക്കിയിട്ട് എന്നെ ഒന്ന് ക്ലിയർ ചെയ്യുക. പിന്നെ പറഞ്ഞതിൽ എന്തെങ്കിലും മാറിപ്പോയി, ഇൻ കേസ് നമ്മളിങ്ങനെ സ്പീഡിൽ പറയുകയാണല്ലോ, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കോണ്ടൂർ എന്നുള്ള പോർഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ തിയോഡലൈറ്റ് ആണല്ലോ എടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, തിയോഡലൈറ്റിൽ എന്തൊക്കെ ടോപ്പിക്കാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് തിയോഡലൈറ്റിൽ എക്സ്പ്ലെയിൻ ദ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ഓഫ് തിയോഡലൈറ്റ് അല്ലേ. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എക്സ്പ്ലെയിൻ ദ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ഓഫ് തിയോഡലൈറ്റ്. അതുപോലെ തന്നെ ലിസ്റ്റ് ദ ടൈപ്പ് ഓഫ് ട്രാവേഴ്സ്, ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ട്രാവേഴ്സിങ് യൂസിങ് തിയോഡലൈറ്റ്. അതുപോലെ ടൈപ്പ് ഓഫ് കോർഡിനേറ്റ്സ്, കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സും ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സും, calculate the independent coordinates, Gale's traverse table, then the method of balancing the traverse, bounded rule, transit rule അല്ലേ. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു തിയോഡലൈറ്റിൽ നോക്കാനുള്ളത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അല്ലേ. തിയോഡലൈറ്റിൽ ഫസ്റ്റ് നമ്മൾ തിയോഡലൈറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബേസിക് ആയിട്ട് നമ്മൾ തിയോഡലൈറ്റ് യൂസ് ചെയ്യുന്നത് വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആംഗിളും മെഷർ ചെയ്യേണ്ടിയിട്ടാണ് അല്ലേ. എന്തിനാണ് തിയോഡലൈറ്റിൽ യൂസ് ചെയ്യുന്നത്? ഫോർ മെഷറിങ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ അല്ലേ. അപ്പം എന്തിനാണ് തിയോഡലൈറ്റ് യൂസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ചെയ്യാം, എഴുതാം. മെഷർ both vertical and horizontal angle അല്ലേ. horizontal angle. അപ്പം അതിനാണ് നമ്മൾ തിയോഡലൈറ്റ് യൂസ് ചെയ്യുന്നത്. തിയോഡലൈറ്റിൽ തന്നെ എത്ര ടൈപ്പ് തിയോഡലൈറ്റ് ഉണ്ട്? തിയോഡലൈറ്റിൽ തന്നെ നമുക്ക് എത്ര ടൈപ്പ് തിയോഡലൈറ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസിറ്റ് തിയോഡലൈറ്റും നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റും അല്ലേ. ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ട്രാൻസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് അല്ലേ, അതിനെയാണ് നമ്മൾ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. നോൺ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിറ്റ് ചെയ്യാൻ പറ്റാത്തത് അല്ലേ. എന്താണ് ട്രാൻസിറ്റ് എന്നുള്ള ടേമും അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്.
ബേസിക് ടേംസ് ആണ് അല്ലെ തിയോഡലൈറ്റിനെ ബേസ് ചെയ്തിട്ട്. ട്രാൻസിറ്റ് തിയോഡലൈറ്റിൽ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേറ്റ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ എബൌട്ട് ഹൊറിസോണ്ടൽ ആക്സിസ് അല്ലേ, അതിൻ്റെ ഹൊറിസോണ്ടൽ ആക്സിസിൽ നിന്നുകൊണ്ട് വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള അല്ലേ, റൊട്ടേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തിയോഡലൈറ്റിനെയാണ് നമ്മൾ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ആ ഒരു ഹൊറിസോണ്ടൽ ആക്സിസിൽ വെർട്ടിക്കൽ പ്ലെയിനിൽ അതിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റാത്ത തിയോഡലൈറ്റിനെയാണ് നമ്മൾ നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിലബസിലുള്ള തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലേ. നമ്മൾ ഈ ഒരു തിയോഡലൈറ്റിലുള്ള ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് തിയോഡലൈറ്റിൽ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വരിക? ഏതാണ് ഞാനിപ്പോൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലോർമ്മ വരുന്നുണ്ടോ നോക്കുക. ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലേ, ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് തിയോഡലൈറ്റിൻ്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്? ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് തിയോഡലൈറ്റിലുള്ളത്. ഫസ്റ്റ് വൺ സെൻറ്ററിങ് ആണ് അല്ലേ, ഫസ്റ്റ് വൺ സെൻറ്ററിങ് ആണ്. സെക്കൻഡ് വൺ ലെവലിംഗ് ആണ് അല്ലേ, സെക്കൻഡ് വൺ ലെവലിംഗ് ആണ്. തേർഡ് വൺ എന്താണ്, അവോയ്ഡിങ് പാരലാക്സ് അല്ലേ, അവോയ്ഡിങ് പാരലാക്സ്. ഇതാണ് നമ്മൾ തിയോഡലൈറ്റിലുള്ള ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ തിയോഡലൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ സെൻറ്ററിങ്, ലെവലിംഗ്, അവോയ്ഡിങ്, പാരലാക്സ് ആണ്. പിന്നെ നമ്മൾ സെൻറ്ററിങ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? തിയോഡലൈറ്റിൽ നമുക്ക് സെൻറ്ററിങ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യണമല്ലോ. നമ്മൾ സെൻറ്ററിങ് ചെയ്യേണ്ടിയിട്ട് തിയോഡലൈറ്റിൽ യൂസ് ചെയ്യുന്നതാണ് പ്ലം ബോബ്. പ്ലം ബോബ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തിയോഡലൈറ്റിൽ സെൻറ്ററിങ് ചെയ്യുന്നത്. ലെവലിംഗ് ചെയ്യുകയാണെങ്കിലോ, ലെവലിംഗ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ തിയോഡലൈറ്റിൽ യൂസ് ചെയ്യുന്നതാണ് ഫൂട്ട് സ്ക്രൂ അല്ലേ, ഫൂട്ട് സ്ക്രൂ. തിയോഡലൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം അതിൽ ഫൂട്ട് സ്ക്രൂ വെച്ചിട്ടാണ് നമ്മൾ ലെവലിംഗ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് വൺ എന്താണ്, അവോയ്ഡിങ് പാരലാക്സ് അല്ലേ. എങ്ങനെയാണ് പാരലാക്സ് അവോയ്ഡ് ചെയ്യുക? അതൊക്കെ എക്സാമിന് എടുത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. നമ്മൾ പാരലാക്സ് അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസിങ് ബോത്ത് ഐ പീസ് ആൻഡ് ഒബ്ജക്റ്റ് അല്ലേ, ഐ പീസ് ആൻഡ് ഒബ്ജക്റ്റ് ക്ലാസ്സിന് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു അവോയ്ഡിങ് അല്ലെങ്കിൽ പാരലാക്സിനെ അവോയ്ഡ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ തിയോഡലൈറ്റ് എന്ന് പറയുന്നത്, സെൻറ്ററിങ്, ലെവലിംഗ്, അവോയ്ഡിങ്, പാരലാക്സ്. ഇനി നമുക്ക് ഈ ഒരു തിയോഡലൈറ്റിൽ തന്നെ നോക്കാനുള്ളതാണ് മെത്തേഡ്സ് ഓഫ് തിയോഡലൈറ്റ് ട്രാവേഴ്സിങ് അല്ലേ. തിയോഡലൈറ്റ് ട്രാവേഴ്സിങ്ങിൻ്റെ മെത്തേഡ്സ് ആണ് നമുക്കിനി നോക്കാനുള്ളത്. എന്താണ് മെത്തേഡ്സ് ഓഫ് തിയോഡലൈറ്റ് ട്രാവേഴ്സിങ് അല്ലേ. ഇതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഏതൊക്കെ മെത്തേഡാണെന്ന് ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുക അല്ലേ. ഏതൊക്കെ മെത്തേഡാണ് വരുന്നത്? ഫസ്റ്റ് വണ്ണാണ് ഫാസ്റ്റ് നീഡിൽ മെത്തേഡ്. സെക്കൻഡ് വണ്ണാണ് എന്താണ്, ഫ്രീ നീഡിൽ മെത്തേഡ് അല്ലേ. സെക്കൻഡ് വണ്ണ് ഫ്രീ നീഡിൽ മെത്തേഡ്. തേർഡ് വൺ എന്താണ്, ഇൻക്ലൂഡഡ് ആംഗിൾ മെത്തേഡ്. ഫോർത്ത് വണ്ണാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ അല്ലേ, ഡിഫ്ലക്ഷൻ ആംഗിൾ മെത്തേഡ്. ഫിഫ്ത്ത് വൺ എന്താണ്, ഫിഫ്ത്ത് വണ്ണ് ഡയറക്റ്റ് ആംഗിൾ മെത്തേഡ് അല്ലേ. ഫിഫ്ത്ത് വണ്ണാണ് ഡയറക്റ്റ് ആംഗിൾ മെത്തേഡ്. അപ്പം ഇതാണ് നമുക്ക് ഒരു തിയോഡലൈറ്റിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ് മെത്തേഡ്സ് ഓഫ് തിയോഡലൈറ്റ് ട്രാവേഴ്സിംഗ് അല്ലേ. മെത്തേഡ്സ് ഓഫ് തിയോഡലൈറ്റ് ട്രാവേഴ്സിംഗിൽ വരുന്ന മെത്തേഡ്സ് ആണ് ഫസ്റ്റ് വൺ ഫാസ്റ്റ് നീഡിൽ മെത്തേഡ്, സെക്കൻഡ് വൺ ഫ്രീ നീഡിൽ മെത്തേഡ്, തേർഡ് വൺ ഇൻക്ലൂഡഡ് ആംഗിൾ മെത്തേഡ്, ഫോർത്ത് വൺ ഡിഫ്ലക്ഷൻ ആംഗിൾ മെത്തേഡ്, ഫിഫ്ത്ത് വൺ ഡയറക്റ്റ് ആംഗിൾ മെത്തേഡ് അല്ലേ. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇമ്പോർട്ടൻസ് പറയാം. ഫസ്റ്റ് ഫാസ്റ്റ് നീഡിൽ മെത്തേഡ് അല്ലേ. ഫാസ്റ്റ് നീഡിൽ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് തിയോഡലൈറ്റും കോമ്പസുമാണ് ആംഗുലാർ മെഷർമെൻ്റ് എടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഫാസ്റ്റ് നീഡിൽ മെത്തേഡിൽ ആംഗുലാർ മെഷർമെന്റ് എടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് തിയോഡലൈറ്റ് പ്ലസ് കോമ്പസ് ആണ്. അതിൽ ലെങ്ത് എടുക്കാനാണെങ്കിലോ ലെങ്ത് എടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചെയിനും ടാപ്പും. ഓർത്ത് വെക്കുക. ഫാസ്റ്റ് നീഡിൽ മെത്തേഡ് അല്ലേ, ഫാസ്റ്റ് നീഡിൽ മെത്തേഡിൽ ഞാൻ ഇവിടെ തന്നെ എഴുതുന്നുണ്ട്. ഫാസ്റ്റ് നീഡിൽ മെത്തേഡിൽ നമ്മൾ ആംഗുലാർ മെഷർമെന്റ് എടുക്കാൻ യൂസ് ചെയ്യുന്നത് തിയോഡലൈറ്റും അതുപോലെ തന്നെ കോമ്പസുമാണ്. മറിച്ച് ലെങ്ത് എടുക്കേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ചെയിൻ ആൻഡ് ടാപ്പാണ്. ഓർത്ത് വെക്കുക. പിന്നെ നെക്സ്റ്റ് വൺ ഏതാണ്, ലൂസ് ഓർ ഫ്രീ നീഡിൽ മെത്തേഡ് അല്ലേ. ഫ്രീ നീഡിൽ മെത്തേഡ് അല്ലെങ്കിൽ ലൂസ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ പറയാൻ പറ്റും. ഫ്രീ നീഡിൽ മെത്തേഡിൽ നമ്മൾ ആംഗുലാർ മെഷർമെന്റ് എടുക്കേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, ഫ്രീ നീഡിൽ മെത്തേഡിൽ നമ്മൾ ആംഗുലാർ മെഷർമെന്റ് എടുക്കേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കോമ്പസ് ആണ് കേട്ടോ. കോമ്പസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആംഗുലാർ മെഷർമെന്റ് എടുക്കുക. ലീനിയർ മെഷർമെന്റ് എടുക്കുന്നത് ലീനിയർ മെഷർമെന്റ് എടുക്കുന്നത് ചെയിൻ ഓർ ടാപ്പ് വെച്ചിട്ട് തന്നെയാണ്. ചെയിൻ ഓർ ടാപ്പ് വെച്ചിട്ട് ലീനിയർ മെഷർമെന്റ് നമ്മൾ എടുക്കും. പിന്നെ ഇൻക്ലൂഡഡ് ആംഗിൾ മെത്തേഡ് അല്ലേ. ഇൻക്ലൂഡഡ് ആംഗിൾ മെത്തേഡിൽ നമ്മൾ ആംഗിൾ എടുക്കുന്നത് എങ്ങനെയാണ്, ഇൻക്ലൂഡഡ് ആംഗിൾ മെത്തേഡിൽ നമ്മൾ ആംഗിൾ എടുക്കുന്നത് ഏത് വഴിയാണ്, എന്ത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആംഗിൾ എടുക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻക്ലൂഡഡ് ആംഗിൾ മെത്തേഡിൽ നമ്മൾ ആംഗിൾ എടുക്കുന്നത് തിയോഡലൈറ്റ് യൂസ് ചെയ്തിട്ടാണ്. തിയോഡലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ആംഗിൾ എടുക്കുന്നത്. അവിടെ ലെങ്ത് എടുക്കുന്നത് സെയിം ചെയിൻ ആൻഡ് ടാപ്പ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. ചെയിൻ ആൻഡ് ടാപ്പ് ലെങ്ത്തിനാണ്. നെക്സ്റ്റ് ആണ് ഡിഫ്ലക്ഷൻ ആംഗിൾ മെത്തേഡ് അല്ലേ. ഡിഫ്ലക്ഷൻ ആംഗിൾ മെത്തേഡിൽ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിഫ്ലക്ഷൻ ആംഗിൾ മെത്തേഡ് എന്താണെന്നാണ് കേട്ടോ അധികം ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ പ്രൊലോങ്ങേഷൻ ഓഫ് ദ പ്രൊസീഡിങ് ലൈൻ ആൻഡ് ഫോർവേഡ് പോയിന്റ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ പ്രൊലോങ്ങേഷൻ ഓഫ് പ്രൊസീഡിങ് ലൈൻ, ആ ഒരു ടേമാണ് ഓർത്ത് വെക്കേണ്ടത് ഡിഫ്ലക്ഷൻ ആംഗിളിൽ അല്ലേ. ഡിഫ്ലക്ഷൻ ആംഗിളിൽ ആ ഒരു കാര്യം മാത്രമേ ഞാൻ എടുത്തെഴുതുന്നുണ്ട്. പ്രൊലോങ്ങേഷൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ പ്രൊലോങ്ങേഷൻ ഓഫ് പ്രൊസീഡിങ്, അല്ലെങ്കിൽ ഞാനത് നെക്സ്റ്റ് പേജിലേക്ക് എഴുതി തരാം. നാലാമത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിഫ്ലക്ഷൻ ആംഗിൾ അല്ലേ. ഡിഫ്ലക്ഷൻ ആംഗിൾ മെത്തേഡ്, അതിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു ഡിഫ്ലക്ഷൻ ആംഗിൾ എന്നുള്ളതാണ്. ഇസ് ഡിഫൈൻഡ് ആസ് ദ ആംഗിൾ between the prolongation of the preceding leg and the forward leg അല്ലേ. ഫോർവേഡ് ലെഗ്, അതിനെയാണ് നമ്മൾ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. ഇതുപോലെ ഇതിപ്പോൾ നിങ്ങൾ വരയ്ക്കുകയാണ്. അപ്പം ഫോർ ബിയറിങ് അല്ലേ, ഇങ്ങനെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമ്മൾ വരയ്ക്കുന്നത് ഇതേ രീതിയിൽ അല്ലേ, ഇങ്ങനെ ഒരു ലൈന് വരച്ചു. പിന്നെ ഇതിനിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അല്ലേ ഇവിടെ നമ്മൾ വരച്ചു അല്ലേ. അപ്പം ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കുക ഡിഫ്ലക്ഷൻ ആംഗിൾ എന്നുള്ളത്. ഇനി നമുക്ക് ഡയറക്റ്റ് ആംഗിൾ ആണല്ലേ നോക്കേണ്ടത്. ഡയറക്റ്റ് ആംഗിൾ എന്താണ്, ഡയറക്റ്റ് ആംഗിൾ എന്താണ്, ഡയറക്റ്റ് ആംഗിൾ അല്ലേ. ഡയറക്റ്റ് ആംഗിൾ ഡയറക്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ടുവേർഡ്സ് റൈറ്റ് ഡയറക്ഷൻ പിക്ചർ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു ലൈനാണെങ്കിൽ നമ്മൾ ഇതൊരു
സോറി, ഇതിപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ലൈൻ അല്ലേ. എന്നിട്ട് അവിടെ നമ്മൾ നെക്സ്റ്റ് ലൈൻ ഇതേ രീതിയിൽ വരച്ചു. നെക്സ്റ്റ് ലൈൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് വൺ ഇത്, പിന്നെ ഇതിൻ്റെ ആംഗിൾ ഇത്, നെക്സ്റ്റ് ഈ ഒരു ആംഗിൾ, ഇതേ രീതിയിൽ നമ്മൾ വരയ്ക്കുന്നതാണ് ഡയറക്റ്റ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഡയറക്റ്റ് ആംഗിളും അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് ഓപ്പൺ ട്രാവേഴ്സിൽ വരുന്നതാണ്. അതിൻ്റെ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏതാണ്? ഫാസ്റ്റ് നീഡിൽ മെത്തേഡും ഫ്രീ നീഡിൽ മെത്തേഡും ഇൻക്ലൂഡഡ് ആംഗിൾ മെത്തേഡും അല്ലേ. അത് മൂന്നും വരുന്നത് ക്ലോസ്ഡ് ട്രാവേഴ്സിലാണ്. അതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് കോർഡിനേറ്റിൻ്റെത് അല്ലേ. നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ് കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റും ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റും അല്ലേ. എന്താണ് കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്, എന്താണ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്? കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ അത് പറയുന്നതിന് മുന്നേ എന്താണ് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ലാറ്റിറ്റ്യൂഡിൽ നമ്മളിപ്പോൾ നോർത്ത് സൗത്ത് എന്നുള്ള രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അല്ലേ. അപ്പം ഇതിൽ ലാറ്റിറ്റ്യൂഡ് ഏതാണ് വരുന്നത്? ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നോർത്ത് സൗത്ത് ആണ്. ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഈസ്റ്റ് വെസ്റ്റിലേക്ക് വരയ്ക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഓരോ ക്വാഡ്രന്റിലും ലാറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും വരിക? ഫസ്റ്റ് വരുന്നത് നോർത്ത് ഈസ്റ്റ് ആണെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ വരുമ്പോൾ ലാറ്റിറ്റ്യൂഡ് പ്ലസ് ആണ് വരിക, ഡിപ്പാർച്ചർ പ്ലസ് ആണല്ലേ വരിക, 2 പ്ലസ് ആണ് വരിക. പിന്നെ നോർത്ത് വെസ്റ്റ് ആണെങ്കിൽ ലാറ്റിറ്റ്യൂഡ് വരുന്നത് പോസിറ്റീവ് ആണ്, ഡിപ്പാർച്ചർ വരുന്നത് നെഗറ്റീവ് ആണ്. പിന്നെ സൗത്ത് വെസ്റ്റ് ആണെങ്കിൽ ലാറ്റിറ്റ്യൂഡ് വരുന്നത് നെഗറ്റീവ് ആണ്, അതുപോലെ തന്നെ ഡിപ്പാർച്ചറും നെഗറ്റീവ് ആണ് അല്ലേ. രണ്ടും സൈഡിലും നെഗറ്റീവ് ആണ് വരുന്നത്. പിന്നെ സൗത്ത് ഈസ്റ്റ് ആണെങ്കിലോ, സൗത്ത് ഈസ്റ്റിലാണെങ്കിൽ എങ്ങനെയാണ് വരിക? ലാറ്റിറ്റ്യൂഡ് വരുന്നത് നെഗറ്റീവ് ആണ്, പക്ഷെ ഡിപ്പാർച്ചർ ആണെങ്കിൽ പോസിറ്റീവ് ആണല്ലേ വരിക. പിന്നെ ഇത് ക്വാഡ്രന്റ് വെച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ഇതാണ്, സെക്കൻഡ് ക്വാഡ്രന്റ് ഇത്, തേർഡ് ക്വാഡ്രന്റ് ഇതാണ് വരുന്നത്, ഫോർത്ത് ക്വാഡ്രന്റ് ആണ് നോർത്ത് വെസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് എന്താണ് കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് എന്നും പറയാം. അപ്പോൾ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സും ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സും അല്ലേ. കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലാറ്റിറ്റ്യൂഡ് ഓഫ്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ടേം നിങ്ങൾ കറക്റ്റ് നോക്കുക. ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് എനി പോയിന്റ് വിത്ത് റെഫറൻസ് ടു പ്രിസീഡിങ് പോയിന്റ് അല്ലേ. വിത്ത് റെഫറൻസ് ടു പ്രിസീഡിങ് പോയിന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് അല്ലേ. കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ the latitude and departure of any point with reference to preceding point ആണെങ്കിൽ അതിന് നമ്മൾ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് എന്ന് പറയും. മറിച്ച് the latitude and departure of any point with respect to a common origin ആണെങ്കിൽ അതിന് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് എന്ന് പറയും. എന്താണ് കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്? കോൺസിക്യൂട്ടീവ് കോഓർഡിനേറ്റ് അല്ലേ. കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് എനി പോയിന്റ് വിത്ത് റെഫറൻസ് ടു പ്രിസീഡിങ് പോയിന്റ് are called consecutive coordinates അല്ലേ. coordinates ഓക്കെ. ഇനി കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് അല്ലേ. ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡൻറ്റ് coordinates. Independent coordinates എന്താണ്? The latitude and departure of any point with respect to a common origin അല്ലേ. a common origin
are called as independent coordinate. അപ്പോൾ നോക്കി വെക്കുക, എന്താണ് കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റും എന്താണ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റും നമ്മൾ പറഞ്ഞു. ഒരു പ്രിസീഡിങ് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു പോയിന്റ് വിത്ത് റെഫറൻസ് ടു പ്രിസീഡിങ് പോയിന്റിനെ റെഫർ ചെയ്തിട്ടാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സും, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു കോമൺ ഒറിജിൻ ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റുമാണ്. അപ്പം നമ്മൾ സിലബസിലുള്ള നെക്സ്റ്റ് പോർഷനും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗെയിൽസ് ട്രാവേഴ്സ് ടേബിളിൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഗെയിൽസ് ട്രാവേഴ്സ് ടേബിൾ നമ്മൾ യൂസ്ഡ് ടു കംപ്ലീറ്റ് നമ്മൾ ഈ ക്ലോസ്ഡ് ട്രാവേഴ്സിലെ കമ്പ്യൂട്ടേഷൻ ചെയ്യേണ്ടിയിട്ടില്ല നമ്മൾ യൂസ് ചെയ്യുന്ന ടേബിളാണ് ഗെയിൽസ് ട്രാവേഴ്സ് ടേബിൾ. ഗെയിൽസ് ട്രാവേഴ്സ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു കമ്പ്യൂട്ടേഷൻ ഓഫ് ക്ലോസ്ഡ് ട്രാവേഴ്സ് ആണ് ഗെയിൽസ് ട്രാവേഴ്സ് ടേബിൾ അല്ലേ. ഗെയിൽസ് ട്രാവേഴ്സ് ടേബിൾ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു കമ്പ്യൂട്ടേഷൻ ഓഫ് ക്ലോസ്ഡ് ട്രാവേഴ്സ്. നോക്കുക. പിന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ബാലൻസിങ് ദ ട്രാവേഴ്സ് ആണ് അല്ലേ. ബാലൻസിങ് ദ ട്രാവേഴ്സ് ബൈ ബൗഡിറ്റ്സ് റൂൾ ആൻഡ് ട്രാൻസിറ്റ് റൂള്. നമുക്ക് ബാലൻസിങ് ദ ട്രാവേഴ്സ് നോക്കാം അല്ലേ. ബാലൻസിങ് ദ ട്രാവേഴ്സ്. ബാലൻസിങ് ദ ട്രാവേഴ്സ് നമ്മൾ ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സിൽ ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലെ. ആ ഒരു കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസിങ് ദ ട്രാവേഴ്സ് ചെയ്യുന്നത്. എന്താണ്? നമ്മൾ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറിൽ നമ്മൾ കുറച്ചൊന്ന് ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും പറഞ്ഞു. അപ്പോൾ നമുക്ക് ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും വരുന്ന സമയത്ത് ഇതിൽ വരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് സിഗ്മ ഡി ഈസ് ഈക്വൽ ടു 0, സിഗ്മ എൽ ഈസ് ഈക്വൽ ടു 0 അല്ലേ. ഫോർ ക്ലോസ്ഡ് ട്രാവേഴ്സ് ആണ്. ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ലാറ്റിറ്റ്യൂഡിലും ഡിപ്പാർച്ചറിലും എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അതിലുള്ള കറക്ഷൻസ് അപ്ലൈ ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കാൻ അല്ലേ, അത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു അതിനെയാണ് നമ്മൾ ഈ ഒരു ബാലൻസിങ് ദ ട്രാവേഴ്സ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ബാലൻസിങ് ദ ട്രാവേഴ്സ് എന്ന് പറഞ്ഞാൽ? ബാലൻസിങ് ദ ട്രാവേഴ്സ് അല്ലേ. ബാലൻസിങ് the traverse എന്താണെന്ന് പറയുകയാണെങ്കിൽ the term balancing is generally applied to the operation of applying correction to latitude and departure to satisfy the conditions. കണ്ടീഷൻസ് ഏതാണ്? സിഗ്മ ഡി ഈസ് ഈക്വൽ ടു 0, സിഗ്മ എൽ ഈസ് ഈക്വൽ ടു 0 ഫോർ എ ക്ലോസ്ഡ് ട്രാവേഴ്സ് ആണ്. ഇതിൽ
നമുക്ക് ഈ മെത്തേഡ് ഏതൊക്കെയാണ് ബാലൻസിങ് ദ ട്രാവേഴ്സ് ബാലൻസിങ് ദ ട്രാവേഴ്സിലുള്ള മെത്തേഡ്സ് നോക്കാം. എന്നിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ് നമുക്കൊന്ന് എടുത്ത് പറയാം. മെത്തേഡ്സ് അല്ലേ, മെത്തേഡ്സ് ഓഫ് ബാലൻസിങ് ദ ട്രാവേഴ്സ് നോക്കുന്ന സമയത്ത് മെത്തേഡ്സ് ആണ് ബൗഡിറ്റ്സ് റൂൾ മെത്തേഡ് അല്ലേ. ഒന്നാണ് ബൗഡിറ്റ്സ് റൂൾ മെത്തേഡ്. സെക്കൻഡ് വണ്ണാണ് ട്രാൻസിറ്റ് റൂൾ അല്ലേ, ട്രാൻസിറ്റ് റൂള്. തേർഡ് വണ്ണാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഫോർത്ത് വണ്ണാണ് ആക്സിസ് മെത്തേഡ്. ഇതിലധികവും ചോദിച്ച് കണ്ടിട്ടുള്ളത് ബൗഡിറ്റ്സ് റൂളും ട്രാൻസിറ്റ് റൂളും ആണ്. അപ്പോൾ നമുക്ക് അതൊന്ന് പറയാം. ബൗഡിറ്റ്സ് റൂൾ അല്ലേ, ഫസ്റ്റ് നമുക്ക് ബൗഡിറ്റ്സ് റൂൾ നോക്കാം. ബൗഡിറ്റ്സ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏത് ടൈമിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോത്ത് ആംഗുലാർ മെഷർമെൻറ്റ്സ് ആൻഡ് ലീനിയർ മെഷർമെൻറ്റ്സ് ആർ ഈക്വലി പ്രിസൈസ്. ബോത്ത് ആംഗുലാർ മെഷർമെൻറ്റ്സും ലീനിയർ മെഷർമെൻറ്റ്സും ഈക്വലി പ്രിസൈസ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ബൗഡിറ്റ്സ് റൂൾ യൂസ് ചെയ്യുന്നത്. അതാണ് എപ്പോഴും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളതും. അപ്പം ബൗഡിറ്റ്സ് റൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ടൈമിലാണ്? ഇറ്റ് ഈസ് അപ്ലൈഡ് if both angular and linear measurements are equal precision അല്ലേ. ഈ ഒരു ടൈമിലാണ് നമ്മൾ ബൗഡിറ്റ്സ് റൂൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ട്രാൻസിറ്റ് റൂൾ നോക്കണം അല്ലേ. ട്രാൻസിറ്റ് റൂൾ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ട്രാൻസിറ്റ് റൂൾ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ആംഗുലാർ മെഷർമെൻറ്റ്സ് ഈസ് മോർ പ്രിസൈസ് ദാൻ ലീനിയർ മെഷർമെൻറ്റ്സ് അല്ലേ. ലീനിയർ മെഷർമെൻറ്റിനേക്കാളും കൂടുതൽ പ്രിസൈസ് ആയിട്ടുള്ളത് ആംഗുലാർ മെഷർമെൻറ്റ്സ് ആണെങ്കിൽ ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ട്രാൻസിറ്റ് റൂൾ യൂസ് ചെയ്യുന്നത്. എപ്പോഴാണ് നമ്മൾ ട്രാൻസിറ്റ് റൂൾ യൂസ് ചെയ്യുക? It is applied if angular measurements are more precise than linear measurements അല്ലേ. ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ട്രാൻസിറ്റ് റൂൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സും വരുന്നത്. ഓൾമോസ്റ്റ് പോർഷൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്തിനാണ് തിയോഡലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. വെർട്ടിക്കൽ ആംഗിളും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആംഗിളും മെഷർമെൻറ്റ് ചെയ്യേണ്ടിയിട്ട് അല്ലേ. എന്തിനാണ് തിയോഡലൈറ്റ് യൂസ് ചെയ്യുന്നത്? ഫോർ മെഷർ ബോത്ത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആംഗിൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ട്രാൻസിറ്റ് തിയോഡലൈറ്റും ഉണ്ട്, നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വെർട്ടിക്കൽ പ്ലെയിനിൽ മൂവ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അപ്പം അതിനെയാണ് ഹൊറിസോണ്ടൽ ആക്സിസിൽ വെർട്ടിക്കൽ പ്ലെയിനിൽ മൂവ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ട്രാൻസിറ്റ് എന്ന് പറയുക. വേണമെങ്കിൽ സ്വിങ്ങും കൂടെ ഒന്ന് നോക്കുക. സ്വിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വെർട്ടിക്കൽ ആക്സിസിൽ നിന്നുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിനെ നമ്മൾ സ്വിങ് എന്ന് പറയും അല്ലേ. പിന്നെ നമ്മളെന്താണ് ട്രാൻസിറ്റ് തിയോഡലൈറ്റും നോൺ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തത് അല്ലേ. ട്രാൻസിറ്റ് ചെയ്യാൻ പറ്റാത്ത തിയോഡലൈറ്റിനെയാണ് നമ്മൾ നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലേ. തിയോഡലൈറ്റിലുള്ള ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സെൻറ്ററിങ്, ലെവലിംഗ്, അവോയ്ഡിങ്, പാരലാക്സ് അല്ലേ. സെൻറ്ററിങ് ചെയ്യുന്നത് നമ്മൾ പ്ലം ബോബ് യൂസ് ചെയ്തിട്ടാണ്. ലെവലിംഗ് ഫുഡ് സ്ക്രൂ വെച്ചിട്ടാണ്. അവോയ്ഡിങ്, പാരലാക്സ് ബോത്ത് ഫോക്കസിങ്, ഐ പീസ് ആൻഡ് ഒബ്ജക്റ്റീവ് അല്ലേ. അപ്പം അത് നോക്കി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? മെത്തേഡ്സ് അല്ലേ. നമ്മൾ തിയോഡലൈറ്റ് ട്രാവേഴ്സിംഗിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു മെത്തേഡ്? ഫാസ്റ്റ് നീഡിൽ മെത്തേഡ്, ഫ്രീ നീഡിൽ മെത്തേഡ്, ഇൻക്ലൂഡഡ് ആംഗിൾ മെത്തേഡ് പറഞ്ഞു. ഇത് മൂന്നും ക്ലോസ്ഡ് ട്രാവേഴ്സിൽ നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന മെത്തേഡ് ഡിഫ്ലക്ഷൻ ആംഗിൾ മെത്തേഡും ഡയറക്റ്റ് ആംഗിൾ മെത്തേഡും അല്ലേ. ഇത് രണ്ടും നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നത് ഓപ്പൺ ട്രാവേഴ്സിലാണോ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ
പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റും അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റും അല്ലെ. കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും ലാറ്റിറ്റ്യൂഡിലെയും ഡിപ്പാർച്ചറിലെയും പോയിന്റ് വിത്ത് റെഫറൻസ് ടു പ്രിസീഡിങ് പോയിന്റ് ആണെങ്കിൽ അതിന് നമ്മൾ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു എ കോമൺ ഒറിജിൻ ആണെങ്കിൽ ഈ ഒരു ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറിലെയും വരുന്ന എനി പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു കോമൺ ഒറിജിൻ ആണെങ്കിൽ അതിന് നമ്മൾ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ കോമൺ ഒറിജിൻ എന്നും കോൺസിക്യൂട്ടീവ് എന്ന് പറയുന്ന സമയത്ത് പ്രിസീഡിങ് ലൈൻ അല്ലെങ്കിൽ പ്രിസീഡിങ് പോയിന്റ് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ നമുക്ക് ബാലൻസിങ് ട്രാവേഴ്സ് അല്ലെ. ബാലൻസിങ് ട്രാവേഴ്സിൽ നമ്മൾ 4 മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൗഡിറ്റ്സ് റൂൾ, ട്രാൻസിറ്റ് റൂൾ, ഗ്രാഫിക്കൽ മെത്തേഡ്, ആക്സിസ് മെത്തേഡ്. അതിൽ ബൗഡിറ്റ്സ് റൂൾ നമ്മൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണ്, ബോത്ത് ആംഗുലാർ ആൻഡ് ലീനിയർ മെഷർമെന്റ്സ് ഈക്വലി പ്രിസൈസ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ബൗഡിറ്റ്സ് റൂൾ യൂസ് ചെയ്യുന്നത്. ട്രാൻസിറ്റ് റൂൾ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ്, ഇറ്റ് ഈസ് അപ്ലൈഡ് വെൻ ആംഗുലാർ മെഷർമെന്റ്സ് ഈസ് മോർ പ്രിസൈസ് ദാൻ ലീനിയർ മെഷർമെന്റ്സ് അല്ലെ. വെൻ ആംഗുലാർ മെഷർമെന്റ്സ് ഈസ് മോർ പ്രിസൈസ് ദാൻ ലീനിയർ മെഷർമെന്റ്സ് ആണെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ ട്രാൻസിറ്റ് റൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. തിയറി മാത്രം നോക്കിയിട്ട് കാര്യമില്ല, തിയറി പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ റിവിഷൻ രീതിയിൽ മാക്സിമം പഠിച്ചതിന് ശേഷം ഈ ഒരു സെക്ഷൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.